ഹനിമോൾ ജിസേലിനെ അടിച്ചോ? അവിടെ എന്താണ് ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നോ? ക്യാപ്റ്റൻസി നോമിനേഷനിൽ ആരാണ് വന്നത്, അതുപോലെ തന്നെ ജയിൽ നോമിനേഷനിൽ ആരാണ് വന്നത്, ഇതെല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വൈകുന്നേരം രാത്രി 7:12 വരെയുള്ള അപ്ഡേഷൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. രാവിലത്തെ വീഡിയോ എനിക്ക് അപ്ലോഡ് ആയില്ലെന്ന് ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് രാത്രിയിൽ ബാക്കിയുള്ള ലൈവ് അപ്ഡേഷൻസ് രാത്രിയിൽ ഞാൻ വീഡിയോ ഇടാം. ഇതുവരെയുള്ള ലൈവ് അപ്ഡേഷൻസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ അപ്ഡേഷൻസുമായിട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ ലൈവ് കറക്റ്റായിട്ട് ലൈവ് കണ്ടിട്ടാണ് അപ്ഡേഷൻ പറയുന്നത്. അതുപോലെ തന്നെ ആരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും, നല്ലോണം ഗെയിം കളിക്കുന്ന ആരായാലും അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും, അത് ആര് തന്നെയായാലും. അപ്പോൾ ഇന്നിപ്പം നമ്മൾ കണ്ട ഇതിനകത്ത് നമ്മൾ ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടില്ല ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ നിവിനും അതുപോലെ തന്നെ സരിക, അതുപോലെ തന്നെ രേണുസുതി, പിന്നീട് അനുമോള്. അപ്പം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നിവിനാണ്, അതിനുശേഷം രേണുസുതിക്കാണ്. അതിനുശേഷം രേണുസുതി എന്നുള്ള പേര് ഇതിനകത്ത് അവർ കൊടുത്തിട്ടില്ല തോന്നുന്നു. രേണു ഒഫീഷ്യൽ നെയിം ഇതല്ലല്ലോ. അപ്പം ഇതൊരു നിക് നെയിം പോലെയാണല്ലോ രേണുവിൻ്റെ പേര്. രേഷ്മ പി തങ്കച്ചൻ അങ്ങനെ എന്തോ ആണല്ലോ രേണുവിൻ്റെ ഒഫീഷ്യൽ നെയിം, യഥാർത്ഥ പേര്. അപ്പോൾ പിന്നെ സരിക, അനുവാണ്. അനുവിന് 4 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അനു അല്ല, 3 പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 പേർക്ക് ജയിൽ നോമിനേഷനുള്ള ടാസ്ക് ഉണ്ടാവും. കഴിഞ്ഞ സീസണുകളിൽ അങ്ങനെ ആയിരുന്നല്ലോ. ടാസ്ക് വെച്ചിട്ട് ആ ടാസ്കിൽ നിന്ന് 2 പേരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തതുള്ളത് ക്യാപ്റ്റൻ നോമിനേഷനാണ്. ക്യാപ്റ്റൻ നോമിനേഷനിൽ കിട്ടിയത് ജിസേലിനാണ്. അപ്പോൾ ബാക്കിയുള്ള ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ രാത്രിയിൽ നിങ്ങളോട് പറയാം. അപ്പോൾ എന്തായാലും ഒരു ടാസ്ക് ഉണ്ടാവും. അപ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരു ജിസേലും അനുമോളും തമ്മിലൊരു വലിയ ഫൈറ്റ് നടന്നു. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോമിനേഷൻ സമയത്ത് ജിസേല് പറഞ്ഞു അനുമോള് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. ചപ്പാത്തി എടുത്ത് ഇങ്ങനെ തിന്നാൻ വേണ്ടി ഒളിച്ചു വെച്ച് മോഷ്ടിച്ചു, കട്ടുകൊണ്ട് ഇങ്ങനെ പോണു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റൈലിൽ നടന്നു കാണിച്ചു. അതൊരു കാരണവശാലും അനുമോളിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം അനുമോള് ചപ്പാത്തി മോഷ്ടിച്ചിട്ടില്ല എന്ന് 100% പറയുന്നു. അപ്പോൾ അനുമോള് പെട്ടെന്ന് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ മോഷ്ടിക്കുന്നതെന്നും ചോദിച്ചിട്ട് അനുമോൾ അടുത്തേക്ക് ചെന്നു. അനുമോൾ അടുത്തേക്ക് ചെന്ന സമയത്ത് ആരും അനുമോളെ പിടിച്ചു മാറ്റിയില്ല. അനുമോൾ ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ടാണ് ചെന്നത്. അപ്പോൾ എന്നിട്ട് അപ്പോൾ അവരിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. കാരണം അനീഷ് കഴിഞ്ഞ ഒരു ടാസ്കിൽ നമ്മൾ അതേപോലെ തന്നെ അനീഷ് ഈ പിന്നെ എന്താ പറയുക വിധികർത്താക്കളുടെ കഴിഞ്ഞ ടാസ്കിൽ വിധികർത്താക്കളുടെ ഇടയിലും നമ്മൾ ഒരു എന്റർടൈൻമെന്റ് ടാസ്ക് കൊടുത്തല്ലോ ഇവർക്ക് മിഡ് വീക്ക് എവിക്ഷനിലുള്ള. അപ്പോൾ വിധികർത്താക്കളുടെ വിധി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ അനീഷിന്റെ മുന്നിൽ ചെന്ന് റെന ഫാത്തിമ വളരെ മോശമായിട്ട് ഇങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാനും കാണും ആ ബിഗ് ബോസിനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ കഷ്ടകാലത്തിനുണ്ടായിരുന്നു ഉറപ്പായിട്ട് ആ പെണ്ണിനെ തള്ളി ഓടിച്ചോനെ. കാരണം നമുക്ക് ദേഷ്യം വരും. നമ്മൾ എത്ര കൺട്രോൾ ചെയ്താൽ നമുക്കത് നമ്മുടെ മുന്നിൽ വന്നിരുന്ന് ഇതിനെ കോക്രി കാണിക്കുവാണ്. കാരണം ഓരോരുത്തർക്കും ഈ വിധികർത്താക്കളായ 6 പേർക്കും ഒരേ സ്ഥാനമാണ്, ഒരു പ്രത്യേക ഒരാസല. ഒരാളിന്റെ മുന്നിൽ ചെന്നതിന് കോക്രി കാണിക്കുമെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരെ നമ്മുടെ അടിയും തല്ലിയും കൊടുത്ത് മാറ്റത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു വളരെ മെച്യൂരിറ്റി ഇല്ലായ്മ, മെച്യൂർഡായിട്ട് പെരുമാറുന്ന ആൾക്കാരെയൊക്കെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോയാലും ഞാൻ ആലോചിക്കണം. ഈ കുട്ടി പല പ്രാവശ്യം ഇപ്പൊ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ അതുപോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് അനുവിന് ഇത് തന്നെ ഇങ്ങനെ ചപ്പാത്തി മോട്ടിച്ച് തിന്നു എന്ന് പറയുമ്പോൾ അനുവിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അനു ആ കയ്യിൽ പിടിച്ചിങ്ങനെ മാറ്റി, അത് കൈ പിടിച്ച് മാറ്റിയതാണ്. അപ്പോഴത്തേക്ക് അതൊരു ഫിസിക്കൽ അസാൾട്ടായി. ജിസേല് പറഞ്ഞു ജിസേലെ അടിച്ചു എന്ന്. അങ്ങനെ ജിസേലിന്റെ കൂടെ എല്ലാവരും മിക്കവാറും ഭൂരിപക്ഷം ആൾക്കാരും അങ്ങ് ചേർന്നു അനുമോൾ അടിച്ചു. ഇവർക്ക് ഇപ്പൊ അവിടെ നടക്കുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അയൽക്കൂട്ടം ഗ്രൂപ്പ് പോലെ ശരത് അപ്പാനി, അതുപോലെ തന്നെ അക്ബർ, പിന്നെ ഷാനവാസ്, പിന്നെ കുറച്ച് രേണുസുതി, ബിന്നി, സരിക, ഇങ്ങനെയുള്ള ബിൻസി പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കും. ഇതേപോലെയുള്ള ജിസേല്, ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാർ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പ് എല്ലാം കൂടി ചെന്നിട്ട് അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ഇരുന്ന് സംസാരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ ഇപ്പുറത്തെ അവൾ സാരി വാങ്ങിച്ച കാര്യം, അവളെ കെട്ടിയവും വേറൊരുത്തിയുടെ കൂടെ പോയതും ഒരുത്തി വേറുള്ള എൻ്റെ കൂടെ. കാരണം ഞാൻ ഇത് കേട്ടിട്ടുണ്ട് അയൽക്കൂട്ടം ഗ്രൂപ്പിൻ്റെ ആൾക്കാരുടെ. അപ്പം ഞാൻ പറയും ഇതെന്തൂടെ ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ചേച്ചിമാരെ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അയൽക്കൂട്ടം ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് എല്ലാവരുടെയും കുറിച്ച് പഴയ ഒരു ചായക്കടയിലൊക്കെ ആൾക്കാരിന്ന് ഗോസിപ്പ് പറയില്ല. സെയിം ലൈക്ക് അയൽക്കൂട്ടം ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ കുറേ അയൽക്കൂട്ട ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടത്തൊക്കെ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അയൽക്കൂട്ട ഗ്രൂപ്പ് ഉള്ളവർ എന്നോട് ക്ഷമിക്കുക. കാരണം ചിലപ്പം നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഈ പിന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതും ശരത്തപ്പാനെ അയാൾ വലിയ സംഭവമാണ്, ഞാൻ വലിയ ഫിലിം സ്റ്റാറാണ് എന്നൊക്കെ പറഞ്ഞാൽ ലാലേട്ടനെക്കാട്ടും മേലുള്ള ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിലാണ് അയാൾ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഇതേണക്കുള്ള ആൾക്കാരെ കൂട്ടിയിരുത്തിയിട്ട് പിന്നെ ചുമ്മാ ഇരുന്ന് നുണയും കൊതിയും പറയുന്നത്. മറ്റുള്ള പെണ്ണുങ്ങളെ കുറിച്ചാണ് കുറ്റം പറയുന്നത്, അല്ലെ അനീഷിനെ കുറിച്ചായിരിക്കും, ഈ രണ്ട് ആൾക്കാരെ കുറിച്ചായിരിക്കും കുറ്റം പറയുന്നത്. ഇപ്പം ആദ്യം അനീഷിനെ കുറിച്ച് മാത്രമായിരുന്നു, ഇപ്പം അനിമോള് വന്നപ്പോൾ അനിമോളെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. അപ്പോൾ ഇതാണ്, അപ്പോൾ അങ്ങനെ അടിച്ചു എന്നുള്ളതാണ്. പിന്നെ അനിമോള് കുറേ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അനിമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിൻസി വന്നു. പിന്നെ അതുപോലെ തന്നെ ആദില നൂറ വന്നു. അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ശൈത്യ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ്. പിന്നെ അനീഷും കൂടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിൻ്റെ കൂടെ ഇപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പം ഷാനവാസ് പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഷാനവാസ് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വിരോധം. അപ്പോൾ ബിൻസി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ വിരോധമൊന്നും പിന്നെ അവർക്ക് അനിമോളോട് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന്. അപ്പോൾ ഉടനെ ആദില നൂറ പറഞ്ഞു തീർച്ചയായിട്ടും പേഴ്സണൽ വിരോധമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ജയിച്ചപ്പോൾ, കാരണം ലാസ്റ്റ് ടാസ്ക് മിഡ് വീക്ക് എവിക്ഷനിൽ അനീഷ് പുറത്ത് പോകേണ്ട ടാസ്ക് ആയിരുന്നു. അപ്പോൾ അനീഷ് ആദ്യം തന്നെ ഓടി ജയിച്ചു. ഏറ്റവും കുറവ് പോയിന്റുകളിൽ ഒരാളായിരുന്നു അനീഷ്. എന്നിട്ട് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് അനീഷ് വന്നു. അത് അനീഷ് ഒറ്റയ്ക്ക് കളിച്ചതുകൊണ്ടാണ്, മറ്റേ സപ്പോർട്ടേഴ്സിനെ കൊണ്ട് കളിച്ചതുകൊണ്ടാണ്. അവരെല്ലാവരും ഇരുന്ന് അനീഷിനെ തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ട്വിസ്റ്റ് കൊടുത്തത്. അപ്പോൾ ആ ഒരു കളിയിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ അനിമോൾ ഓടിപ്പോയി കൈ കൊടുത്തു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ അനീഷിൻ്റെ ഇടയ്ക്കൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അവൾ വെള്ളം കൊണ്ട് കൊടുക്കും. അനീഷ് എന്നല്ല, അവിടെ എല്ലാവർക്കും വെള്ളം കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ല ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരിയാണ്. എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം, എന്നെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ കൺട്രോൾ നമ്മൾ ചെയ്യാതെ നമുക്ക് ഒരാളെ നല്ല തല്ല് കൊടുക്കാൻ തോന്നുമ്പോൾ നമുക്കത് കഴിയാത്തപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇമോഷൻ കരച്ചിൽ വരും. അപ്പോൾ അതാണ് എനിക്കും തോന്നുന്നത്. അനു അങ്ങനെയാണ് കാണിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ചെറിയ മോഡുലേഷനാണ് അവിടെ തോന്നിയത്. ഞാൻ പക്ഷേ എക്സ്ട്രീം ലെവലിൽ ദേഷ്യപ്പെടും കേട്ടോ. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷമിക്കും, പക്ഷേ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എക്സ്ട്രീം ലെവലിലേക്ക് ആയിപ്പോകും. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ് ഈ വഴക്കിട്ട് കഴിഞ്ഞാൽ വേറൊരു സൗണ്ടായിപ്പോകും. ഭയങ്കര നമ്മളൊരു ഭദ്രകാളി അവസ്ഥയാവും. കറക്റ്റ് ഞാനൊരു ഭദ്രകാളിയാവും. പക്ഷേ അനു അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ. കാരണം ഞാനും ഒരു അനുമോളായതുകൊണ്ട് ഇവിടെ അനഘയാന്നേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വിളിക്കുന്നതാണ് അമ്മു. അപ്പോൾ അതാണ് അങ്ങനെ നമ്മൾ ആ ഒരു അത് ആണ് അവിടെ സംഭവിച്ചത്. അനിമോള് ഭയങ്കര ട്രിഗറായി. പക്ഷെ അനിമോള് അവിടെ ഇരുന്ന് കരഞ്ഞ് ബ്രീത്ത് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ തനി ഓം നമഃശിവായ, എനിക്ക് തോന്നുന്നു അതായിരിക്കാം മന്ത്രം. എനിക്ക് ആ ഒരു ലിപ്പ് നോക്കിയപ്പോൾ ഓം നമഃശിവായ എന്നുള്ളതാണ് എനിക്ക് മന്ത്രം തോന്നി. അങ്ങനെ തോന്നിയിട്ട് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവാൻ വേണ്ടി സ്വയം റിലാക്സ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒളിച്ചിരുന്ന് ക്യാമറയുടെ മുന്നിലല്ല, തുണിയുടെ ഇടയ്ക്ക് ഒളിച്ചിരുന്നാണ്. പക്ഷെ ക്യാമറ അണ്ടർ ഇന്നർ വെയർ വരെ കാണിച്ചുകൊണ്ട് ക്യാമറക്കാരന്മാർ ഒരു വിഷ്വൽ പിടിക്കാൻ വേണ്ടിയാണല്ലോ നോക്കുന്നത്. വിഷ്വലൊക്കെ പിടിക്കുന്നുണ്ട്. എനിവേ എന്തായാലും അതായിരുന്നു. കുറേ നേരമായിട്ട് സമാധാനിപ്പിച്ചു. അവരെ കൂട്ടുകാരൊക്കെ വന്ന് സമാധാനിപ്പിച്ചു. പക്ഷെ അവിടെ മറ്റേ ഗ്രൂപ്പുകാർ അനിമോള് കരയുന്നു, സരികയിരുന്ന് പറയുന്നു, അവൾ കരയുന്നു, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ കരഞ്ഞ എന്നെ പുറകെ വരുമോ. ആരും ഇപ്പോൾ ഇമോഷൻ, നമുക്ക് ഒരാൾക്ക് ഇമോഷൻ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കരച്ചിലാവാം, ദേഷ്യമാവാം, ചിലപ്പോൾ അവർക്കുടെ ചിരിയാവാം. ആ ഇമോഷൻസ് എല്ലാം ബ്രേക്ക് ആവട്ടെ. കാരണം ഇമോഷൻസ് പുറത്ത് വരട്ടെ. നിങ്ങളെ എല്ലാവരും പല തരത്തിലുള്ള, ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞ കണക്ക് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ചിലവർ വിചാരിക്കുന്ന വഴക്കുണ്ടാക്കാനുള്ള സ്ഥലമാണ്. കണ്ടന്റ് എന്ന് പറയുന്നത് വഴക്കിടിയുക എന്നുള്ളതാണ്. അതല്ല, നമ്മൾ പല കാറ്റഗറി, ഇപ്പം നിങ്ങളാരും ഓസ്കാറോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്ത ആൾക്കാരെ എല്ലാവരും അനുമോദിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ബിഗ് ബോസ് ഷോയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ്? വലിയ നെഗറ്റീവുള്ള ആൾക്കാർ, ഭയങ്കര നെഗറ്റീവായിട്ട് സൊസൈറ്റിയിൽ കിടക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ടച്ചോ അല്ലെങ്കിൽ പോസിറ്റീവ് ടച്ചോ വൈറലായ ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി, അതുപോലെ തന്നെ കുറച്ച് ആർട്ടിസ്റ്റ് ഗണത്തിലുള്ളവർ, കാരണം ആർട്ടിസ്റ്റ് ഗണത്തിലുള്ളവരെല്ലാം പോസിറ്റീവ് വൈബിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒന്നും ആരും അറിയപ്പെടാത്ത കുറച്ച് അജ്ഞാതരായ ആൾക്കാർ, അതാണ് കോമണേഴ്സ്. അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഒരു പ്രഷർ കുക്കർ പോലെയുള്ള ഒരു വീട്ടിൽ, കാരണം അവർക്ക് ടി വിയില്ല, ഫോണില്ല, പത്രമില്ല, പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഡേ തന്നെ അവർ നൈറ്റ് ഡേ അങ്ങനെ മനസ്സിലാക്കി വേണം അവർക്ക് ഡേ അറിയാൻ. അവർക്ക് ടൈം അറിയില്ല, വാച്ച് അറിയില്ല, കഥയറിയാതെ, കാലത്തിൻ കഥയറിയാതെ, പിന്നെ കാലത്തിൻ ഗതി അറിയാതെ, അങ്ങനെയല്ല പാട്ട് തന്നെ. കാലത്തിൻ കഥയറിയാതെ
അത് പിന്നെ അങ്ങനെ ആ ഒരു പാട്ടിൻ്റെ അതേപോലെ തന്നെ അവർക്ക് കാലത്തിൻ്റെ ഗതി അറിയില്ല, ദിക്കറിയില്ല, സമയം അറിയില്ല, ഒന്നും അവർക്കറിയില്ല. സൂര്യൻ ഉദിക്കുമ്പം അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് രാവിലെയാണെന്ന് മനസ്സിലാവുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുക. നമ്മുടെ ഒരു കുക്കറിനകത്ത് അരി, പയറ്, കടല, ഉഴുന്ന് ഇങ്ങനെ എല്ലാം കൂടി ഇടുമ്പോൾ പലതരത്തിലുള്ള വേവായിരിക്കും അല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെയുള്ള അപ്പോൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ പല തരത്തിലായിരിക്കും അതിൻ്റെ വേവ്. അതുപോലെയുള്ള കുറേ മനുഷ്യരെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിട്ട് അവരുടെ ഇമോഷൻസ് എല്ലാം വരണം. കാരണം അവർ ആ ഗെയിമിലെ വിന്നർ ആവാൻ ഡിസേർവ്ഡ് ആണോ എന്ന് പരീക്ഷിക്കുവാണ്. അവർക്ക് ഇത് സർവൈവ് ഈ ഒരു കാര്യങ്ങൾ, അവിടെ ഉള്ള സഹനം, അവിടെ ഭക്ഷണം കറക്റ്റായിട്ടില്ല, ടോയ്ലറ്റ് ഈ 20 പേർക്ക് കൂടി 19 പേർക്ക് കൂടി ഉള്ള 2 ടോയ്ലറ്റാണ്. ഈ ടോയ്ലറ്റ് നമ്മളെ വീട്ടിൽ എല്ലാ ബെഡ്റൂമിലും ഇപ്പോൾ ഇവിടെ തന്നെ 4 ബെഡ്റൂം 5 ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമിലെല്ലാം ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് ഒരാൾ കയറി കഴിഞ്ഞാൽ നമ്മളവിടെ ക്യൂ നിൽക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് ശീലിക്കാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. കറക്റ്റായിട്ട് ഭക്ഷണം ഉണ്ടാവത്തില്ല. അത് 2 ചപ്പാത്തി 2 ദോശ. നമുക്കിപ്പം ഇല്ലെങ്കിൽ നമ്മൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ അമ്മയെടുത്ത് പറയും ഉണ്ടാക്കിത്താ, അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ കയറി നമ്മൾ ഉണ്ടാക്കി കഴിക്കും. ഇതൊക്കെ നമുക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ഉള്ളതുപോലെ ഇപ്പോൾ കുറച്ച് കുറവുള്ളവർക്കും ഏത് രീതിയിലെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ നമ്മുടെ ഉറ്റവരെ ഒന്നും കാണില്ല. കുറേ ഒരു പരിചയമില്ലാത്ത കുറേ മനുഷ്യർ, അവർ ഏത് സമയത്ത് പൊട്ടിത്തെറിക്കും, അവരുടെ ഇമോഷൻസ് ഏത് സമയത്ത് ബ്രേക്ക് ആവും എന്നും അറിയാത്ത നമുക്ക് എന്ത് സംഭവിക്കും. ഒരു ചെറിയ ഇപ്പം തന്നെ അനുമോൾ കൈ തട്ടിയപ്പോൾ അത് ഒരു ഫിസിക്കൽ അസാൾട്ടായിട്ട് ഭയങ്കരമായിട്ട് അടിച്ചു എന്ന് ചിത്രീകരിച്ച് കുറേ എണ്ണം അവിടെ ചുറ്റും കൂടിയിരിപ്പുണ്ട്. അതാണ് ഇപ്പോഴും ലൈവിൽ നടക്കുന്നത് കേട്ടോ. ഈ ചുറ്റും കൂടിയിരുന്ന് എല്ലാം കൂടി പറയുകയാണ്. ഇപ്പം ലിവിങ് ഏരിയയിലോട്ട് എല്ലാത്തിനെയും വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിടുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതിന് സർവൈവ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ലൈവിൽ ഇപ്പം നടന്നത്. കുറച്ച് വഴക്കും കാര്യങ്ങളും. ഇനി ടാസ്ക് എന്താണെന്ന് നോക്കാം. ടാസ്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി അടുത്ത നെക്സ്റ്റ് എല്ലാം കൂടി ചേർത്തുള്ള അപ്ഡേഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഡ്രാമയുടെ റിഹേഴ്സൽ കഴിഞ്ഞ് വന്നുള്ള ഒരു നല്ല ഡ്രാമ, ഞങ്ങൾ കുറേ ആർട്ടിസ്റ്റുകൾ, ബിജു, നമ്മുടെ ഉപ്പുമുളകിലെ ബിജുട്ടനും ബിജു സോപാനം, അവരെല്ലാവരും ചേർന്ന് ഭയങ്കര ആർട്ടിസ്റ്റുകളിലായിട്ട് ഞങ്ങളൊരു നാടകം കളിക്കുന്നുണ്ട്. 2 ലേഡീസാണുള്ളത്, ബാക്കിയുള്ള ജെൻസാണ്. അപ്പോൾ അതിനകത്തൊരു 2 ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. ലേഡീസ് 2 പേരുകളാകെ പാടും. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലാണ്. അപ്പോൾ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് വരുവാണ്. അത് കഴിഞ്ഞ ശേഷം ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ ഒന്ന് ഫ്രഷൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അപ്ഡേഷൻ ഒക്കെ എല്ലാം ആയിട്ട് വരും. അപ്പോൾ ഓക്കെ, ബായ്. ഇപ്പോൾ രാത്രി കാണാം.